വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രത്തെക്കുറിച്ചും 7 പൊൻനിലവിളക്കുകളെക്കുറിച്ചും. അതിൽ 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ അല്ലേ, എവിടെയാ ഉള്ളേ? നിലവിളക്കും അതുപോലെ തന്നെ നക്ഷത്രവും എവിടെയാ ഉള്ളേ? കർത്താവിൻ്റെ കയ്യിലാണുള്ളത്. സഭയുടെ ശുശ്രൂഷകന്മാരെ ദൈവം എത്രത്തോളം സൂക്ഷിക്കുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ 2 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ ഞാൻ വരികയും, അതിൻ്റെ അവസാന ഭാഗം, ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നിലവിളക്കിൻ്റെ നില എവിടെയാണുള്ളത്? എവിടെ നിലവിളക്ക് ഇരിക്കുന്നത്? കർത്താവിൻ്റെ കയ്യിലാണ്. മാനസാന്തരപ്പെടാഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മാനസാന്തരപ്പെടാഞ്ഞാൽ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്നും നീക്കിക്കളയും. അതായത് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കളയും. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സഭ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ അത്? സഭയ്ക്കകത്തെ ആളുകൾ, വ്യക്തികൾ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അല്ലാതെ സഭ എന്ന് പറയുന്നൊരു കെട്ടിടമല്ല, കെട്ടിടത്തിന് മാനസാന്തരപ്പെടാൻ കഴിയുകയുമില്ല. സഭ എന്ന് പറയുന്നത് ജീവനുള്ള കല്ലുകളായ വ്യക്തികളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ ഇരിക്കുന്നതായിട്ടുള്ള നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്നും മാറ്റിക്കളയും. ലൗകിക സഭയെക്കുറിച്ച് പറയുമ്പോൾ തുപ്പിക്കളയുന്ന പറയുന്നത് അല്ലേ. ഉമിണ്ടുകളയും എന്ന് പറഞ്ഞാൽ തുപ്പിക്കളയുന്നതാണ്. അപ്പോൾ സഭ കർത്താവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും മാറ്റിക്കളയാം. അതുപോലെ തന്നെ കർത്താവ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ സഭയാണ്, സഭ മണവാട്ടിയാണ്. അതിനെ വേണ്ട എന്ന് വെച്ച് കളയാനും കഴിയും. അപ്പോൾ നമ്മൾ സഭകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? ആ വലങ്കയിലാണോ, അതെയോ അതിൻ്റെ നിലയിൽ നിന്നും നീക്കപ്പെട്ട അവസ്ഥയിലാണോ? ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അല്ലേ, ശരിയല്ലേ? നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചും, വ്യക്തികളായി ഓരോരുത്തരെയും സംബന്ധിച്ചും, അതുപോലെ കൂട്ടമായി ഇവിടെ കൽപ്പനയിലുള്ള ഈ സഭയെ സംബന്ധിച്ചും മറ്റ് സഭകളെയൊക്കെ വിട്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം വേറെ സഭകളുടെ കാര്യമൊന്നും നമ്മളോട് കർത്താവ് ചോദിക്കാനായിട്ട് പോകുന്നില്ല, നമ്മളോട് മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വലങ്കയിലാണോ അതോ വേറെയാണോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഈ അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കർത്താവും ശിഷ്യന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ ആരും തെറ്റിക്കരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്. ഈ 2 വാക്കുകൾ, തെറ്റിക്കരുത് എന്നും വഞ്ചിക്കരുത് എന്നുമുള്ളതായ 2 വാക്കുകളാണ് നമുക്ക് ഈ അന്ത്യകാലത്തോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ കൃപാകാലഘട്ടം എന്ന് പറയുന്നത് അത് അന്ത്യകാലഘട്ടമാണ്. എന്നാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ തന്നെ ആരംഭവും അവസാനവും ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. നാം അന്ത്യകാലഘട്ടത്തിൻ്റെ
അവസാന ഭാഗത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വളരെയേറെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്തെ ചില സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ബാങ്കിലായിരുന്നു ഞാൻ ജോലി എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ ബാങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഏതെങ്കിലുമൊക്കെ ക്ലബ്ബുകളിൽ അംഗത്വമെടുക്കാനായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ട്. അതിൻ്റെ അംഗത്വ ഫീസും അതിൻ്റെ വാർഷിക വരികളും അതുപോലെ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ആ ക്ലബിലെ അംഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ചെലവും ഇതെല്ലാം ബാങ്ക് തന്നെ വഹിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയില്ല. ഈ ക്ലബ്ബുകളിലൊക്കെ സാധാരണ അംഗത്വം എടുക്കുന്നവർ സമൂഹത്തിൽ വലിയവർ, ഉന്നതർ എന്ന് പൊതുവെ ചിന്തിക്കുന്ന ആളുകളാണല്ലോ. നമുക്കൊന്നും അങ്ങനെ ചിന്തയില്ല. അപ്പോൾ അവരെ ബാങ്കിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല ക്ലബ്ബുകളുണ്ട്. റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ചേരാത്ത രീതികളാണ് അവിടെയൊക്കെ ഉള്ളത്. മദ്യപാനവും അതുപോലെയുള്ള പരിപാടികളൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ലബ്ബുണ്ട് എന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. ജൂനിയർ ചേംബർ, JC എന്നാണ് അതിന് പറയുന്നതെന്നും അവിടെ മദ്യപാനവും അതുപോലെയുള്ള തോന്നിവാസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പം എന്നാൽ ഇതൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ക്ലബിൽ ഒന്ന് പോയി. ഇനി ആ ക്ലബിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലബിൽ പോയപ്പം അവിടെ മീറ്റിംഗ് തുടങ്ങുന്നത് ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ്. നമ്മൾ മീറ്റിംഗ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്, അല്ലേ? അവിടെ ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ജൂനിയർ ചേംബർ എന്ന് പറയുന്നതായിട്ടുള്ള ക്ലബ്ബുകൾ ആരംഭിക്കുന്നത്. അവർക്ക് മാസത്തിൽ ഒരു മീറ്റിംഗ് നിർബന്ധമായിട്ടുമുണ്ട്. പിന്നെ അവരുടെ ഒരു കമ്മിറ്റി എല്ലാ ആഴ്ചയും കൂടുന്നുണ്ട്. അപ്പോൾ ഫലത്തിൽ കമ്മിറ്റി എന്ന് പറയുന്ന അവരുടെ പ്രതിനിധികളാണല്ലോ. അപ്പോൾ ഫലത്തിൽ അവർക്ക് എല്ലാ ആഴ്ചയും മീറ്റിംഗ് ഉണ്ട്. മാസത്തിലൊരു പൊതുയോഗം പോലെ ഒരു മീറ്റിംഗും ഉണ്ട്. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാവർക്കും സമൃദ്ധിയായ ഭക്ഷണമുണ്ട്, അല്ലേ? ഉണ്ട്. അപ്പോൾ മീറ്റിംഗ് ആഴ്ചതോറുമുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞാൽ ഭക്ഷണമുണ്ട്. പിന്നെ അവിടെ കലാപരിപാടികളുണ്ട്, അതിനകത്ത് പാട്ടുകളുണ്ട്. അപ്പോൾ ഭക്തന്മാരായിട്ടുള്ള പല മതങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഞാൻ പോയ അവിടുത്തെ കൂടുതലും കാത്തലിക്സ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അതുകൊണ്ട് ഈ പാട്ടുകൾ ഭൂരിപക്ഷവും അവരുടെ ആത്മീക ഗീതങ്ങളാണ്. പലതും നല്ല അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ്. നമുക്കും പാട്ടുകളുണ്ടല്ലേ? അപ്പം നമുക്കും അവർക്കും ഉള്ളത് തമ്മിലൊന്ന് താരതമ്യം ചെയ്യുക ചെയ്യുന്നത്. പിന്നെ അവിടെ ഒരു സന്ദേശമുണ്ട്. അത് ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കി ആരെയെങ്കിലും ഒരാളെ പുറത്തുനിന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളതായിട്ടുള്ള ആളുകളെ കൊണ്ടോ ഒരു സന്ദേശമുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ എന്നോടൊരു സന്ദേശം പറയണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവിടെ സുവിശേഷം പറഞ്ഞു. അത് പിന്നെ അവർ വിളിച്ചിട്ടില്ല. പിന്നെ അവിടെ ഡിസ്കഷൻസ് ഉണ്ട്, ചർച്ചകൾ, ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള ചർച്ചകളുണ്ട്. ഇന്ന് ഈ സഭകളിലും അങ്ങനെ ചർച്ചകളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ശേഖരണമുണ്ട്. അത് അവരുടെ ചെലവിലേക്കും പിന്നെ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾക്കും, അതായത് സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ബാഗ് മേടിച്ചു കൊടുക്കുക, പുസ്തകം മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക, അങ്ങനെ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ടാവും ഓരോ വെയിറ്റിംഗ് ഷെഡൊക്കെ സ്പോൺസേഡ് ബൈ ഇന്ന ക്ലബ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ അവർക്കുണ്ട്. ഇവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓടിച്ചില്ലും. അവര് ഒറ്റക്കെട്ടാണ്. ശരിയല്ലേ? അപ്പം നമ്മുടെ സഭയിലുള്ളതായ മിക്കവാറും എല്ലാ കാര്യങ്ങളും എവിടെയും ഉണ്ട്, ഈ ക്ലബ്ബുകളിലും ഉണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ,
ഇന്ന് അനേക സഭകളും ഒരു ക്ലബ്ബ് പ്രവർത്തിക്കുന്ന നിലയിലാണ് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ എന്താണ് ഒരു സഭയെ ഒരു ക്ലബിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് അത് നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മെ സഭ എന്ന് വിളിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസമുള്ള കൂട്ടങ്ങളെ ഒക്കെ സഭ എന്ന് വിളിക്കാൻ കഴിയും. അല്ല, ഈ ക്ലബിലുള്ള ഇത്തരം പരിപാടി, അതായത് ഒരുമിച്ച് കൂടുന്നു, പ്രാർത്ഥിച്ച് തുടങ്ങുന്നു, ചില പാട്ടുകൾ പാടുന്നു, ഒരു സന്ദേശം കേൾക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, സാമ്പത്തികമായിട്ടുള്ള സമാഹരണം നടത്തുന്നു, അത് സഭയിലുള്ളവർക്കോ അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ളവർക്കോ പുറത്തോ വേണ്ടി ഇത് ചെലവാക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു സഭയിൽ ഉള്ളതെങ്കിൽ അതിനൊരു ക്ലബിന് സമാനമായ ഒരു പ്രസ്ഥാനമാണ്. അതിനെ ഒരു സഭ എന്ന് വിളിക്കുവാനായിട്ട് കഴിയില്ല. എന്താണ് സഭയെ ഒരു വലിയ ഒരു വലിയ കാര്യമാക്കി തീർക്കുന്നത്, ഈ ക്ലബിൽ നിന്നും സഭയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് സഭയെ ഈ ഒരു ക്ലബിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താ? പ്രാർത്ഥന അവിടെയുണ്ട്, പ്രാർത്ഥന ഗീതമുണ്ട്. അവസാനിക്കുമ്പം അത് ഒരു ജനഗണമനയൊക്കെ പാടി അവസാനിക്കുന്നത്. പ്രാർത്ഥന എവിടെയുണ്ട്, ഈശ്വര പ്രാർത്ഥനയുണ്ട്, അതുകൂടാതെ പ്രാർത്ഥനാ ഗാനങ്ങളുണ്ട്. ഒരു സഭയെ വ്യത്യസ്തമാക്കുന്നത് അവിടെയും ദൈവവചനമൊക്കെ ഉണ്ട്. നമ്മൾ പറയുന്നത് പോലെ ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ദൈവവചനമൊക്കെ അവിടെയും ഉണ്ട്. ഈ JC-യിലോട്ടോ, വേറെ ഉള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ സഭയെ യഥാർത്ഥത്തിൽ വ്യത്യസ്തമാക്കുന്നത് സഭയിലെ അംഗങ്ങളെല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നുള്ളതാണ്. അതവിടെയില്ല. അങ്ങനൊരു കാഴ്ചപ്പാട് അവർക്കില്ല. സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സഭയിൽ ദൈവമക്കളെല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങളാണ് എന്നുള്ളതാണ്. അന്യോന്യം, അവയവങ്ങൾ എന്ന് പറയുമ്പം അന്യോന്യം അവർ സ്നേഹത്താലും ആത്മാവിനാലും ബന്ധിക്കപ്പെട്ടവരാണ്. അവിടുത്തെ സ്നേഹവും ഇവിടുത്തെ സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. ക്ലബിലെ സ്നേഹം എങ്ങനെയാണെന്നറിയാമോ? ഫിലിയോ സ്നേഹം എന്ന് പറയുന്നത് വെച്ചാൽ ഇഷ്ടം, നമ്മുടെ പ്രിയം, ഇഷ്ടം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നതായ കാര്യങ്ങളാണ്. ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ സഭയിലെ സ്നേഹം, അഗാപ്പേ സ്നേഹം എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാവുന്ന സ്നേഹം. സ്നേഹിക്കപ്പെടുന്ന ആളുകളുടെ ഒരു യോഗ്യതയും നോക്കാതെ ഈ സ്നേഹപ്രദർശനത്തിന് വേണ്ടി എന്ത് ചെലവുണ്ടായാലും അത് പരിഗണിക്കാതെ കാണിക്കുന്നതായിട്ടുള്ള സ്നേഹമാണ്. ഏത് സ്നേഹം? അഗാപ്പേ സ്നേഹം, ദൈവം സ്നേഹിക്കുന്ന സ്നേഹം, നാം തമ്മിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള സ്നേഹം. അതാണ് സഭയെ വ്യത്യസ്തമാക്കുന്നത്. പ്രിയമുള്ളവരെ, ആ സ്നേഹം നമ്മിലുണ്ടോ? ഒരു ക്ലബിലുള്ള നീക്കുപോക്കുകളും ഇഷ്ടാനിഷ്ടങ്ങളും ഫിലിയോ സ്നേഹം, അങ്ങനെയുള്ള ഒരു സ്നേഹം മാത്രമാണോ നമ്മളുടെ ഇടയിലുള്ളത്? അതോ നമ്മളുടെ ഇടയിൽ അന്യോന്യം വില കൊടുത്ത്, പ്രാണൻ കൊടുത്ത് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്നേഹമുണ്ടോ? അങ്ങനെ ഒരു സ്നേഹം നമ്മളിലില്ല എങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ ആരാ? ഉറക്കെ പറ. നമ്മൾ ആരാ? ക്ലബാണ് അല്ലേ? അപ്പം നമുക്ക് നമ്മളെ സഭ എന്ന് വിളിക്കാനായിട്ട് കഴിയില്ല. അതല്ലേ എഫെസോസിലെ സഭയോടും കർത്താവ് പറഞ്ഞത്? എൻ്റെ വലങ്കയിലിരിക്കുന്നതായ നിലവിളക്ക് എന്തില്ലെങ്കിൽ എടുത്ത് കളയൂന്നാ പറഞ്ഞേ. ആദ്യത്തെ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ ആ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്നും മാറ്റും. ഞാൻ ആ നിലവിളക്ക് കൈവിടും, എൻ്റെ വലങ്കയിൽ അത് പിന്നെ ഉണ്ടാകുകയില്ല. അപ്പോൾ ദൈവമക്കളെ അല്ലെങ്കിൽ സഭാംഗങ്ങളെ യോജിപ്പിക്കുന്നതായ ഏറ്റവും വലിയ പ്രമാണം എന്ന് പറയുന്നത് ജീവൻ കൊടുത്തും
സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്നേഹമാണ്. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം എല്ലാവർക്കും വളരെ കാണാപ്പാടമാണ്, നമുക്ക് എല്ലാവർക്കും അല്ലെ, ബൈബിളിലെ താക്കോൽ വാക്യം എന്ന് പറയുന്നതായിട്ടുള്ള വാക്യമാണ്. എന്നാൽ അതേ യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ എന്തോ യാദൃശ്ചികമായിട്ടാണോ അല്ലയോ എന്നറിയില്ല, അവിടെയും 3-ാം അധ്യായത്തിൽ 16-ാം വാക്യം അവിടെ എന്താ നമ്മൾ വായിച്ചിരിക്കുന്നേ? സഹോദരന് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ വെച്ച് കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ സ്വന്തം പുത്രനെ നൽകിയ ആ വലിയ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു. 1 യോഹന്നാൻ 3:16 അങ്ങനെ സ്നേഹിക്കപ്പെട്ടതായ, വീണ്ടെടുക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ അന്യോന്യം സ്നേഹിക്കേണ്ടതിൻ്റെ നിലവാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കഠിനമാണല്ലേ? ജീവൻ വെച്ച് കൊടുത്ത് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം നമ്മളിലുണ്ടോ? നമ്മളുടെ സ്നേഹം പലപ്പോഴും എങ്ങനെയാ നമ്മൾ പ്രദർശിപ്പിക്കുന്നേ? അത്യാവശ്യ വർത്തമാനങ്ങളും അല്ലേ, കെട്ടിപ്പിടുത്തവും സ്നേഹചുംബനം, അതുപോലെ തന്നെ രോഗിയാണെങ്കിൽ പോയി ഒന്ന് കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതിൽ നമ്മളുടെ സ്നേഹത്തെ നാം പരിമിതപ്പെടുത്തുമ്പോൾ അത് കേവലം ഒരു പ്രിയം അല്ലെങ്കിൽ ഒരു ഇഷ്ടം എന്നുള്ള നിലയിൽ ഇന്ന് ക്ലബ്ബുകളിൽ കാണുന്നതായിട്ടുള്ള ഒരു നിലവാരം മാത്രമേ അതിനുള്ളൂ. അതേ ഉള്ളൂ എങ്കിൽ അതിനെ ഒരു ക്ലബ്ബെന്നാണ് വിളിക്കേണ്ടത്, സഭയെന്നല്ല വിളിക്കേണ്ടത്. ഇവിടെ ഈ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കലക്കമുണ്ട് എന്നവിടെ എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്? കൊരിന്ത്യർക്കൊക്കെ ലേഖനം എഴുതുമ്പം അല്ലേ, നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ട്, ഭിന്നതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പ്രശ്നമുണ്ടെന്നൊന്നും അവിടെ എഴുതുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ അഗാപ്പെ സ്നേഹമില്ല എന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. അത് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് യോജിപ്പോടുകൂടി ഇരിക്കുന്നുവോ അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടത്തെ മാത്രമേ സഭയെന്ന് വിളിക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലാത്തതെല്ലാം ക്ലബ്ബാണ്. എൻ്റെ വീട്ടിൽ ഒരു സഭാ കൂടി വരവ് തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ അന്ന് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു വലിയ വെല്ലുവിളിയും ചോദ്യവും, ഞാൻ പോയി കണ്ട അനേക ക്ലബ്ബുകളിൽ നിന്നും വ്യത്യാസമായി അന്യോന്യം മുറ്റു സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം ഇവിടെ വളർന്നു വരണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സഭയിൽ പോയി വന്ന് അവിടെയുള്ള എന്തെങ്കിലും ദശാംശമൊക്കെ കൊടുത്ത് അങ്ങനെ മുമ്പോട്ട് പോകാനാണെങ്കിൽ എത്രയോ സൗകര്യമാണ്, എത്രയോ എളുപ്പമാണ്. നമുക്കങ്ങനെ യാതൊരു ഉത്തരവാദിത്തങ്ങളും അങ്ങനെ ഒന്നുമില്ല, ചെലവുകളുമില്ല, ഉത്തരവാദിത്തങ്ങളുമില്ല, ഒന്നുമില്ല. പക്ഷേ അതിന് നിൽക്കാതെ ദൈവവചനപ്രകാരമുള്ള ഒരു സഭ ഈ ദേശത്തുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ തമ്മിലുള്ളതായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് കേവലം നാട്ടുംപുറത്തുള്ള നാട്ടുകാർ തമ്മിലുള്ള സ്നേഹം, ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ അങ്ങനെ പോകുന്നതായ അല്ലേ, കുറച്ചു കാലം മിണ്ടില്ല, കുറച്ചു കാലം ഇണങ്ങും, കുറച്ചു കാലം പിണങ്ങും, അങ്ങനെ മുമ്പോട്ട് പോകുന്ന തട്ടിമുട്ടിയൊക്കെ പോകുന്ന ഒരു ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു പോക്കാണോ നമുക്കുള്ളത്? അതോ ആത്മാവിൻ്റെ ഐക്യത സ്നേഹപ്രകടനത്തിലൂടെ, അഗാപ്പെ സ്നേഹപ്രകടനത്തിലൂടെ വ്യാപരിച്ചിട്ട് ഒരു ശരീരം പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണോ നാം? ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നാം പരാജയപ്പെടും. കർത്താവിൻ്റെ വലം കൈയിൽ സഭയാകുന്ന നിലവിളക്കില്ലെങ്കിൽ അതൊരു സഭയല്ല, സഭയായിട്ട് അതിനെ പരിഗണിക്കാനായിട്ട് കഴിയുകയുമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല, എന്നുള്ള ആശയത്തിലുമല്ല, ഭയത്തിലുമല്ല ഞാനത് പറയുന്നത്. മറിച്ച് അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ
അപ്പോസ്തലന്മാർ സ്ഥാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള സഭകളിൽ പെട്ടതായ എഫെസോസ് സഭയിൽ അത് ആ കാലത്ത് ഉണ്ടായെങ്കിൽ ഈ കാലത്ത് അത് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ മറ്റാരെയും നോക്കണ്ട, വേറെ ഒരു അയൽവക്കത്തേക്ക് നോക്കണ്ട, സൈഡിലേക്ക് നോക്കണ്ട, മുമ്പോട്ട് നോക്കണ്ട, പുറകോട്ട് നോക്കണ്ട. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം. പ്രാണൻ കൊടുത്ത് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്നേഹത്തിൻ്റെ മനോഭാവം. പ്രാണനൊന്നും എല്ലായ്പ്പോഴും കൊടുക്കേണ്ടി വരുന്നില്ല. കൊടുക്കേണ്ടി വരുന്നത് പ്രാണനേക്കാളൊക്കെ താഴെയുള്ള പല കാര്യങ്ങളുമായിരിക്കും. പക്ഷേ പ്രാണൻ പോലും കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ മനസ്സുള്ള, താല്പര്യമുള്ള ഒരു മനോഭാവമാണോ നമ്മളിലുള്ളത്? അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ളൂ എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം ദൈവസ്നേഹം നമ്മളിൽ പകർന്നിരിക്കുന്നത് ആരിലൂടെയാണ്? നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസത്താൽ ഉണ്ടാവുന്നതായ സ്നേഹം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്കും ദൈവത്തിങ്കിലേക്കും തിരിച്ച് പുറപ്പെടുന്നില്ല എങ്കിൽ നമ്മളിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ആത്മപകർച്ചയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞു, ഇടത്തോട്ടും വലത്തോട്ടും മുൻപോട്ടും പിൻപോട്ടും നോക്കണ്ട, നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം. ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി ഒന്ന് മുഖം കഴുകിയിട്ട് വരുന്നത് നല്ലതാണ്. ശരി, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഞാൻ സഭയോട് വേർപിരിയാൻ കഴിയാത്ത വിധം ചേർന്നിരിക്കുന്നതാണോ? അവയവമാണെന്നല്ലേ പറയുന്നത്, അല്ലേ? നമ്മളൊക്കെ സഭയുടെ അവയവങ്ങളാണ്, അല്ലേ? ഈ വിരല് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ്. ഈ വിരലിനെ നമുക്ക് വേർപെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? എളുപ്പമാണോ? എളുപ്പമല്ല. ഈ വിരലിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തണമെങ്കിൽ അത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ വിരലിന് എപ്പോഴെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമോ? ഇല്ല, അല്ലേ? ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയാൽ അതിൻ്റെ അവസ്ഥ എന്താ? കഴിഞ്ഞു, അല്ലേ? അപകടങ്ങളിലൊക്കെ അവയവങ്ങൾ അറ്റുപോയാൽ എന്തോ ചില അരമണിക്കൂറോ അങ്ങനെ മുമ്പ് ഐസിലൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചാൽ തുന്നി ചേർക്കാനൊക്കെ പറ്റും. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മരിച്ചു പോകും. അതിന് ശരീരത്തോട് ചേർത്ത് വെക്കുവാനോ ചേർന്നിരിക്കുവാനോ കഴിയുകയില്ല. അപ്പോൾ നാം ദൈവത്തിൻ്റെ സഭയുടെ ഒരു അവയവമാണ് എങ്കിൽ നാം ആ സഭയോട് വിട്ടുപോകാൻ കഴിയാത്ത വിധം ചേർന്നിരിക്കുന്നവരായിരിക്കും. എന്നാൽ ഇന്ന് അനേക സഭകളിലും സഭാംഗങ്ങൾ എങ്ങനെയാണെന്നറിയാവോ? തുമ്മിയാൽ തെറിക്കുന്ന, അല്ല അങ്ങനെ ഒരു ചൊല്ലില്ലേ, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ലേ? മൂക്ക് പോലെ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പിണങ്ങിയാൽ, ആത്മാവിൻ്റെ ഫലമായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ടായാൽ, ആത്മാവിൻ്റെ ഫലമായിരിക്കുന്ന ദീർഘക്ഷമയില്ലാതെ വരുമ്പോൾ എന്തു ചെയ്യും? ഇനി ഞാൻ അങ്ങോട്ട് ഇല്ല എന്ന് പറയും, അല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും സഭയിൽ നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അസ്വസ്ഥരാകും, അങ്ങനെ അങ്ങോട്ട് പോവുകയില്ല. ഒരു സഭയിൽ പോകാതിരിക്കാൻ ന്യായമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ സഭയിൽ നിന്ന് പല ആളുകളും സഭ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയ ആരുടെയും പുറകെ തന്നെ നമ്മളാരും പോയിട്ടില്ല. എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് അറിയാമോ? നമ്മുടെ സഭയിൽ ദൈവം തന്ന കൃപയ്ക്കും അറിവിനും ഒത്തവണ്ണം ആത്മീയമായിട്ടുള്ള എല്ലാ പോഷണത്തിനും വേണ്ടുന്നതായിട്ടുള്ള ദൈവവചനം ധാരാളമായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹിച്ചിട്ടുണ്ട്, എല്ലാവരെയും ബഹുമാനിച്ചിട്ടുണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആരോടും ഒരു പക്ഷപാതം കാണിച്ചിട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആരോടും ഒരു പക്ഷപാതം കാണിച്ചിട്ടില്ല. ആരുടെയും ജാതിയോ മതമോ സൗന്ദര്യമോ പണമോ സമ്പത്തോ ഒന്നും വെച്ച് ആരോടും ഒരു വ്യത്യാസവും
കാണിച്ചിട്ടില്ല. നമുക്ക് ചെയ്യാവുന്ന എല്ലാ കരുതലും സ്നേഹവും എല്ലാവരോടും കാണിച്ചിട്ടുണ്ട്. അതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒന്ന് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അവരെ തടയരുത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? ഇതിനേക്കാൾ മെച്ചമായിട്ടൊരു സഭ ലഭ്യമാണ് എങ്കിൽ അവരെ തടയാനായിട്ട് പാടില്ല. കാരണം അത് അവരോട് ചെയ്യുന്നതായിട്ടുള്ള ക്രൂരതയാണ്. ഇതിനേക്കാൾ നന്മ, വചനം, സ്നേഹം, ബഹുമാനം, ഒത്തൊരുമ ഇതൊക്കെ വേറെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾ ആരെയും തടയാൻ പാടില്ല. പ്രിയമുള്ളവരെ, നാം വിട്ടുപോകാൻ കഴിയാത്ത വിധം ദൈവമക്കളോട് ഒരു ഹൃദയമായി, ഒരു മനസ്സായി, ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ നാം ചേർന്നിരിക്കുന്നവരാണോ? അല്ലെങ്കിൽ നാം ഒരവയവമല്ല. ഒരുപക്ഷെ സഭയിൽ നമ്മൾ വന്നിരിക്കുന്നുണ്ടാകും, നമ്മുടെ ശാരീരിക സന്നിധി ഉണ്ടാകും, ആത്മാവിൻ്റെ ഐക്യത എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുകയില്ല. അങ്ങനെ ആത്മാവിൻ്റെ ഐക്യതയില്ലാതെ ഒരാൾ സഭയിലുണ്ടെങ്കിൽ അവരെക്കുറിച്ച് യൂദായുടെ ലേഖനത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന കല്ലെന്നാണോ? പാറ, അല്ലേ? നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറ. അതെന്താ മറഞ്ഞു കിടക്കുന്നത്? കാരണം ശാരീരിക സന്നിധിയുണ്ട്, പാട്ടുണ്ട്, പ്രബോധനമുണ്ട്, വർത്തമാനമുണ്ട്, കർത്തൃമേശയിൽ പങ്കെടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. മറഞ്ഞ കിടക്കുന്ന അറിയില്ല എങ്ങനെയാണ് അവർ ഉള്ളത് എന്ന്. അങ്ങനെയുള്ള ഒരു വലിയ പരിജ്ഞാനമൊന്നും ദിവ്യജ്ഞാനമൊന്നും നമുക്കാർക്കും ദൈവം നൽകിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഒന്നുകിൽ നാം ഒരു അവയവമാണ് എങ്കിൽ ആ അവയവം ഒരിക്കലും മുറിഞ്ഞ് മാറ്റപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുകയില്ല, അതൊട്ട് സാധിക്കുകയുമില്ല. അല്ലെങ്കിൽ നാം എന്താണ്? സ്നേഹസ്ഥിതികളിൽ മറഞ്ഞു കിടക്കുന്ന പറകളാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, സഭയെ നിസ്തുല്യമാക്കുന്നത് ഒരു ശരീരം പോലെ ഒരു സഭ പ്രവർത്തിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അത് കേവലം ഒരു ക്ലബാണ്. ക്ലബിൽ ഇതൊക്കെ ഉണ്ട്, ഇതിനേക്കാൾ ഏറെയുമുണ്ട്. ക്ലബ്ബ്, അങ്ങനെ അടുത്ത് ക്ലബിലുള്ളവരുമായിട്ടുള്ള പരിചയവും ക്ലബിൽ ചില ദിവസങ്ങളിലൊക്കെ പോയതിൽ നിന്നുള്ള അനുഭവ സമ്പത്തും കൊണ്ടാണ് എനിക്കത് പറയുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് നാം കാണുന്നതായിട്ടുള്ള പല സഭകളിലുമുള്ളതിനേക്കാൾ ഏറെ യോജിപ്പും പരസ്പര ബഹുമാനവും കൂട്ടുത്തരവാദിത്വവും ഒക്കെ ഇന്ന് പല ക്ലബ്ബുകളിലുമുണ്ട്. പക്ഷേ അവിടെ ഒരിടത്തും ഒരു ക്ലബിലെ അംഗങ്ങളിൽ ആത്മാവ് എല്ലാവരിലും വ്യാപരിച്ചിട്ട് ആ ആത്മാവിൻ്റെ ഐക്യതയും ബന്ധവും അതിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള അഗാപ്പെ സ്നേഹവും വ്യാപരിക്കുന്ന ക്ലബ്ബുകളൊന്നും ഇന്ന് ലോകത്ത് ഇല്ല. അതൊരു സഭയിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ശുദ്ധീകരിച്ചൊരു പുതിയ ഹൃദയം നൽകി പുതിയ സൃഷ്ടിയാക്കി ആത്മാവിനെ ഹൃദയങ്ങളിൽ കൊടുത്ത്, നമ്മൾ വായിച്ചു, ആത്മാവിനെ ഹൃദയങ്ങളിൽ കൊടുത്ത് ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റി. നാം എല്ലാവരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ആലയങ്ങളെ കൊണ്ട് പിന്നെ ഒരു ആലയം പണിയുകയാണ്. പത്രോസിൻ്റെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ? ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി ഒരു ആത്മീക യാഗം കഴിക്കത്തക്ക ആത്മീക ഗ്രഹമായി പണിയപ്പെടുന്നു. സഭയാണ് ഒരു ആത്മീക യാഗം കഴിക്കത്തക്ക ആത്മീക ഗ്രഹമായി പണിയപ്പെടുന്നു. ഈ ആത്മീക ഗ്രഹത്തിനാണ് യഥാർത്ഥത്തിൽ ദൈവാലയം എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ദൈവാലയങ്ങളാണ്, ദൈവം വസിക്കുന്നു എന്നുള്ള നിലയിൽ. അതുപോലെ തന്നെ നാം കൂട്ടായി വരുമ്പോൾ നമ്മളിൽ എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നതായിട്ടുള്ള ദൈവം നമ്മെ എല്ലാവരെയും ദൈവം വസിക്കുന്ന ഒരാലയമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവമുള്ള സ്ഥലമാണ് ദൈവാലയം, അല്ലേ? ദൈവാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നാം ദൈവാലയമാണ്. അതുപോലെ തന്നെ നമ്മുടെ മധ്യേ ദൈവം വസിക്കുമ്പോൾ നാം എല്ലാവരും കൂടിയും നാം ഒരു ദൈവാലയമാണ്. ശരി, പിന്നെ സഭയ്ക്ക്
അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുണ്ട്, അത് മറ്റൊരിടത്തുമില്ല. അപ്പോൾ ഇതില്ലെങ്കിൽ പിന്നെ നമ്മളെ വിളിക്കാൻ പറ്റുന്ന പേരെന്താണെന്നറിയാവോ? ക്ലബ്ബ്. എന്ത് ക്ലബ്ബ് എന്നാ വിളിക്കുക? ഷാരോൺ ക്ലബ് എന്നോ അല്ലേ? അങ്ങനെയൊക്കെ വിളിക്കേണ്ടി വരും. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വലങ്കൈയിലിരിക്കുന്ന നിലവിളക്ക് താഴെ. ഇതാണ്. പിന്നെ ഞാൻ പറയുന്നത് ഇത് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിലാണ്. ഇപ്പം നമ്മൾ ഒരു സഭാ കൂടിവരവ് തുടങ്ങിയപ്പോൾ പുറമേ ഉണ്ടായിരുന്ന പല ആളുകളും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. തുടങ്ങുമ്പോൾ എല്ലാം വളരെ സന്തോഷമായിരിക്കും, എല്ലാവരും തമ്മിൽ വളരെ സ്നേഹമായിരിക്കും. കുറച്ചങ്ങ് കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ ചുവ രുചി അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പം, നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 4-5 വർഷമാകാൻ പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചുവയറിയുകയല്ല, ഇതിൻ്റെ രുചി അറിയുകയാണ് വേണ്ടത്, അല്ലേ? ചുവ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതൊരു നെഗറ്റീവാണ്, മോശമാണ്. ചുവ എന്ന് പറഞ്ഞാൽ നല്ല ചുവയാണെന്ന് ആരെങ്കിലും പറയില്ല, മോശം ചുവ എന്ന് പറയും, അല്ലേ? നല്ല രുചി എന്ന് പറയും. അതുകൊണ്ട് നാം ഓരോ വർഷവും മുമ്പോട്ട് പോകുമ്പോൾ ചുവയറിയുവാനായിട്ടല്ല, രുചി അറിയുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ നമ്മൾ ഒരിക്കലും ചെന്ന് ചാടരുത് എന്നുള്ളതായ ഒരു മുന്നറിയിപ്പ് നമുക്ക് ആവശ്യമാണ്. പിന്നെ പ്രിയ സഹോദരൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട്, സഭാ ജീവിതം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തിനാണ് ദൈവം കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നത്? അവർക്ക് രക്ഷിക്കപ്പെട്ടു, ഇനിയിപ്പോൾ സ്വർഗം കിട്ടിയാൽ മതിയെങ്കിൽ പിന്നെ അവരവരുടെ വീട്ടിൽ അവരവരുടെ രീതിക്കനുസരിച്ച് ജീവിച്ചപ്പോൾ എന്തിനായി സഭയോട് ചേർത്തേ? സഭയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ ഈ ദേഹിയുടെ രക്ഷ എന്ന് പറയുന്നത് നടക്കുകയുള്ളൂ. സഭയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. വേറെ ഒരു വഴിയും അതിനില്ല. അതെന്തുകൊണ്ട് സഭയിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്ന് പറയാൻ കാരണം, സഭയിൽ ദൈവം അതിന് ചില ക്രമീകരണങ്ങൾ സഭയിൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ സഭയിൽ നമ്മുടെ ദേഹിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടുന്നതായുള്ള ക്രമീകരണങ്ങൾ സഭയിൽ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാ? ആരെങ്കിലും പറയാമോ? അന്യോന്യം പ്രബോധിപ്പിക്കണം, അല്ലേ? നാൾ തോറും എല്ലാവരും അന്യോന്യം പ്രബോധിപ്പിക്കണം, അന്യോന്യം ക്ഷമിക്കണം, ഇല്ലേ? അത് ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ ഭാഗമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഇഷ്ടമില്ലാതെ സംസാരിച്ചു, അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ ക്ഷമിച്ചതുപോലെ നമ്മളങ്ങ് ക്ഷമിക്കും, ഇല്ലേ? അതാണ് ദേഹിയുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ദേഹിയുടെ വീണ്ടെടുപ്പിന്റെ ഒരു വശമാണത്. അപ്പോൾ നമുക്ക് അങ്ങനെ ദേഹിയുടെ വീണ്ടെടുപ്പ് സഭയിലൂടെ നടക്കും. അത് അന്യോന്യമുള്ള ഇൻറ്ററാക്ഷൻ, ഇടപാടുകളിലൂടെ ആണ്. അതുപോലെ തന്നെ അന്യോന്യം പ്രബോധിപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് അന്യോന്യം നാൾതോറും, അല്ലേ, പ്രബോധിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് ഈ സ്റ്റേജിൽ കയറി ഒന്ന് പ്രബോധിപ്പിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. അത് നമ്മളുടെ ദൈനംദിന ഇടപാടുകളിലും സംസാരങ്ങളിലും ഫോൺ വിളികളിലും ഒക്കെ നാം ആളുകളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ അറിഞ്ഞ് അവരെ നാം അവരുടെ ആത്മീക നന്മയ്ക്ക് വേണ്ടി പ്രബോധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. എന്നാൽ പ്രബോധനം എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരുടെയും ചിന്തയിലേക്ക് വരുന്നത് അത് സഭായോഗത്തിൽ ഉള്ള ഒരു പ്രബോധനത്തെക്കുറിച്ചാണ്. എന്നാൽ അതങ്ങനെയല്ല. പിന്നെ സഭയിൽ ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണം ഉണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും പറയാമോ? എന്താണ് സഭയിൽ പിന്നെ ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണം? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും. അത് എന്തിനാണ്? ദൈവം ചില കൃപാവരങ്ങൾ കൊടുത്തുകൊണ്ട്, ദാനങ്ങൾ കൊടുത്തുകൊണ്ട് സഭയിൽ ഇങ്ങനെ ആളുകളെ ആക്കിയിരിക്കുന്നത്. നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു.
വലിയ ഒരു സങ്കീർണമായിട്ടുള്ള വാചകമാണ്. ചുരുക്കം ഇത്രയേ ഉള്ളൂ. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ആ ചുരുക്കം അങ്ങ് പറഞ്ഞിട്ടുണ്ട്: ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. അത്രയേ ഉള്ളൂ. അതിന് പൗലോസ് അതിൻ്റെ വഴികളെക്കുറിച്ചാണ് അവിടെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എന്തിനാണ് ദൈവം സഭയിൽ അപ്പസ്തോലന്മാരോ പ്രവാചകന്മാരോ സുവിശേഷകന്മാരോ ഇടയന്മാരോ ഒക്കെ ആക്കിയിരിക്കുന്നത്? ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് വേണ്ടി. അപ്പോൾ അന്യോന്യമുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. എല്ലാവർക്കും അന്യോന്യം ഉത്തരവാദിത്വമുണ്ട്. ഒരു ശരീരത്തിന് പൊതുവായിട്ട് ശരീരത്തിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമില്ലാത്ത ഒരവയവുമില്ല. എന്നെക്കൊണ്ട് സഭയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ സഭയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനമുള്ളവനല്ല, എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊരവയവം പറയുന്നുവെങ്കിൽ അതൊരു അവയവത്തിന് പറയാനായിട്ട് കഴിയില്ല. ഒരാളങ്ങനെ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവയവം അല്ല. ഒരവയവമാണോ? അവയവത്തിനൊരു പങ്കുണ്ട്. ശരീരത്തിൽ പങ്കില്ലാത്ത അവയവത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു അവയവം ഉണ്ടെന്നൊക്കെ ഒരു കാലത്ത് ശാസ്ത്രം പറഞ്ഞു. കുരങ്ങിൻ്റെ വാല് തേഞ്ഞ് 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 അവസാനം ഇല്ലാതെയായി പോയപ്പം അറ്റത്ത് വന്ന ഒരു കഷ്ണം, കോക്കിക്സ് എന്നാണ് പറയണേ, കോക്കിക്സ്. അതില്ലെങ്കിലും മനുഷ്യൻ്റെ ശരീരത്തിന് കുഴപ്പമില്ല എന്നൊക്കെ ഒരു കാലത്ത് അങ്ങനെ പരിണാമവാദികൾ പറഞ്ഞെങ്കിലും പിന്നീട് ആ കോക്കിക്സ് ഇല്ലാതെ വന്നപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ അതും ശാസ്ത്രം പറയാറില്ല. അപ്പോൾ നാം ഒരു ശരീരത്തിൻ്റെ അവയവമാണോ എങ്കിൽ നമുക്കൊരു പങ്ക് സഭയിൽ ഉണ്ട്. എനിക്കൊരു പങ്കും പറ്റുകയുമില്ല, ഞാനൊരു പങ്കാളിയുമല്ല, എനിക്കൊന്നും ചെയ്യാനുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ താലന്തുകൾ കൊണ്ടുപോയി കുഴിച്ചിട്ട ദുഷ്ടദാസനെ പോലെയോ, അതല്ല എങ്കിൽ ഒരു അവയവം പോലുമല്ല, ആത്മാവിൻ്റെ ഐക്യത ഇല്ലാത്തൊരവസ്ഥയോ ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ശുശ്രൂഷകന്മാര് സഭയെ ഈ നിലയിൽ ക്രിസ്തുവിൽ പൂർണ്ണരായി നിർത്തേണ്ടതിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, ശുശ്രൂഷകന്മാർക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള യോഗ്യതകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മൂപ്പന്മാർ, സഭയെ നടത്തുന്ന ഇടയന്മാർ അല്ലെങ്കിൽ മൂപ്പന്മാർക്ക് വചനത്തിൽ കൃത്യമായി യോഗ്യതകൾ എഴുതിയിട്ടുണ്ട്, അല്ലേ? തീത്തോസ് എഴുതിയ ലേഖനത്തിലും തിമോത്തിയോസ് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിലും നമുക്കത് വായിക്കാനായിട്ട് കഴിയും. ലോകത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ഒരു രാജ്യത്തിനോ ഒരു സംഘടനയ്ക്കോ ഇതേ യോഗ്യതയുള്ള ഒരാളെ ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? ഇന്ന് പല സഭകളിലും ശുശ്രൂഷകന്മാർക്ക് യോഗ്യത, അവർക്ക് MDiv വേണം, MDH വേണം, BD വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യോഗ്യതകൾ പറഞ്ഞ പരസ്യങ്ങളൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ആ ഒരു നിലയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള യോഗ്യതകൾ ആരും അവർ അന്വേഷിക്കുന്നില്ല. പക്ഷേ ദൈവസഭയെ മുമ്പോട്ട് നയിക്കണമെങ്കിൽ അതിന് വളരെ വ്യക്തമായ, ലോകത്തിൽ ഒരു പ്രസ്ഥാനത്തിനും ആവശ്യമില്ലാത്തതായിട്ടുള്ള യോഗ്യതകൾ ഉണ്ട്. അത് ദൈവസഭയുടെ പ്രാധാന്യത്തെ കാണിക്കുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ നിലത്ത് വീണ് മരിക്കുന്നില്ല എങ്കിൽ ഗോതമ്പ് മണി തനിയായിരിക്കും, അല്ലേ? നമ്മൾ വായിച്ചു. ഈ ശുശ്രൂഷകന്മാരുടെ പണി എന്ന് പറയുന്നത് വീടുതോറുമാണ്, പരസ്യമായിട്ട് മാത്രമല്ല വീടുതോറുമാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സമൂഹം എന്ന് പറയുന്നത് പ്രൈവസിയിൽ, സ്വകാര്യതയിൽ ഊന്നിയിരിക്കുന്നതായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയാണ്. ഞാൻ എൻ്റെ കാര്യം, നിങ്ങൾ നിൻ്റെ കാര്യം, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, നിങ്ങൾ എൻ്റെ കാര്യത്തിലും ഇടപെടേണ്ട എന്നുള്ളതായ ഒരു സ്വകാര്യതയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും ഉള്ളത്. അത് സഭകളിലേക്കും ബാധിച്ചു. അതുകൊണ്ട് എന്തു പറ്റിയെന്നറിയാമോ? ഈ വീടുതോറും ഉള്ള ഈ ശുശ്രൂഷകൾ അപ്രസക്തമായി. ഒരിക്കൽ ഒരു ശുശ്രൂഷകൻ ഒരു സഹോദരൻ്റെ വീട്ടിൽ ചെന്നേച്ച് അവരുമായിട്ട് അങ്ങനെ സമയം ചെലവഴിക്കാൻ പോയതാണ്. പോയ സഹോദരനല്ല, ആരുടെ വീട്ടിലാണോ ചെന്നേ ആ സഹോദരനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സഭാ ശുശ്രൂഷൻ വീട്ടിൽ വന്നു. അപ്പോൾ എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ സന്തോഷമായിട്ട് പോകുന്നു അല്ലേ?
പോകുന്നോ, എങ്ങനെ പോകുന്നു എന്ന് ആ സഹോദരനോട് ചോദിച്ചു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, നിങ്ങൾ ഇടപെടേണ്ട കാര്യത്തിൽ ഇടപെട്ടാൽ മതി, നിങ്ങൾ അതിർ ലംഘിച്ചു പോകുന്നു, ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറഞ്ഞു എന്ന് ഈ പറഞ്ഞ സഹോദരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ കുടുംബജീവിതം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതായിട്ടുള്ള കാര്യമാണ്. കുടുംബജീവിതത്തിലെ പരാജയങ്ങൾ സഭയിലേക്ക് പടരും എന്നുള്ളതായിട്ടുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കുടുംബജീവിതമൊക്കെ എങ്ങനെ സന്തോഷമായി പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, ചോദിക്കാൻ നിൽക്കണ്ട, പറയാൻ നിൽക്കണ്ട. എന്തോ അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, എന്തോ മറയ്ക്കാനുണ്ടായിട്ടല്ലേ അങ്ങനെ അങ്ങ് തട്ടിവിട്ട, അല്ലെങ്കിൽ സഹോദരൻ ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു ദൈവകൃപയാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നഷ്ടം? പ്രിയമുള്ളവരെ, ഈ സ്വകാര്യത എന്ന് പറയുന്നതായിട്ടുള്ള എല്ലാം രഹസ്യമായി സൂക്ഷിച്ച് മറ്റാർക്കും പ്രവേശനമില്ലാതെ നമ്മളുടേതായിട്ടുള്ളൊരു ലോകം കെട്ടിപ്പടുത്ത് ജീവിക്കുമ്പോൾ ഈ ദേഹിയുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നടക്കുകയില്ല. നടക്കുമോ ബാബു സൗര? നടക്കുകയില്ല. അപ്പോൾ പിന്നെയും പ്രശ്നം വരുന്നുണ്ട്. എന്താണ് ഇത്? പറയാൻ കഴിയുമോ? ആരോടൊക്കെ പറയാം? ചില സഭകളിലൊക്കെ വിശ്വാസികൾ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ശുശ്രൂഷകനോടെങ്ങാനും വല്ലതും പറഞ്ഞു പോയാൽ പിന്നെ അത് നാട്ടിൽ പാട്ടാണ്. സ്വകാര്യത അവർക്ക് ഒരിക്കലും അവർ സൂക്ഷിക്കുകയില്ല. അവരുടെ കൂട്ടുകാരോട് പറഞ്ഞു, അടുപ്പമുള്ളവരോട് പറഞ്ഞു, അത് പറഞ്ഞ് അതങ്ങോട്ട് ഒരു അങ്ങാടിപ്പാട്ടായി പോകുന്നു. അതുകൊണ്ട് പറയാനായിട്ടൊരു നിവൃത്തിയില്ല സഹോദര എന്ന് എൻ്റെ അടുത്ത് ദുഃഖത്തോടെ പറഞ്ഞതായിട്ടുള്ള ആളുകളുണ്ട്. അത് ശുശ്രൂഷകന്മാരുടെ ഒരു പരാജയമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും നമ്മുടെ സഭയിൽ ഉണ്ടാകുകയില്ല. ഉണ്ടാകുമോ സഹോദരന്മാരെ? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ സകല ജ്ഞാനത്തോടും കൂടെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് ഈ സഹോദരന്മാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുമോ എന്നുള്ളത് ഒരു ചോദ്യം ഒരു പക്ഷേ ചിലപ്പോൾ ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അവിടെ പൗലോസപ്പസ്തോലൻ്റെ കൃപയിൽ അല്ലെങ്കിൽ കഴിവിൽ ആശ്രയിക്കുന്നു എന്നാണോ പറഞ്ഞത്? എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാരശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. അത് പൗലോസപ്പസ്തോലൻ്റെ ബലത്തിലല്ല, പൗലോസപ്പസ്തോലൻ സ്വയമായിട്ട് ആർജിച്ചതായിട്ടുള്ള ജ്ഞാനത്തിലല്ല, മറിച്ച് പൗലോസപ്പസ്തോലനിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ദൈവാത്മാവിൻ്റെ ശക്തിയാൽ അത് മാത്രമേ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ദൈവം അങ്ങനെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നതായിട്ടുള്ള ശക്തിയും ദൈവം നൽകും. പിന്നെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നിലത്ത് വീണ് ചാകാൻ തയ്യാറാണോ? എന്നെക്കുറിച്ച് ഞാൻ രഹസ്യമായി വെച്ചിരിക്കുന്നതായ എൻ്റെ ജീവിതത്തിലെ എല്ലാ അഴുക്ക് നിറഞ്ഞതായ മേഖലകൾ മറ്റൊരാളുടെ മുമ്പിൽ തുറന്നു വെച്ചാൽ അത് എന്നെക്കുറിച്ചുള്ളതായിട്ടുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഉള്ളതായിട്ടുള്ള സൽപ്പേര് പോകുമോ എന്നുള്ളൊരു ഭയമാണ്. അത് വിശ്വാസികളുടെ പ്രശ്നമാണ്. അങ്ങനെ ഒരാൾ ചിന്തിക്കുന്നുവെങ്കിൽ ദേഹിയുടെ രക്ഷ അല്ലെങ്കിൽ ദേഹിയുടെ രൂപാന്തരം എന്ന് പറയുന്നത് ഒരു കാലത്തും നടക്കുകയില്ല. ദൈവാത്മാവിൻ്റെ പ്രവർത്തനമോ വ്യാപാരമോ അങ്ങനെയുള്ള ആളുകളിൽ സംഭവിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, ദൈവസഭ നിസ്തുല്യമാണ്. കാരണം അത് ഒരു ദൈവിക പരിപാടിയാണ്. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന. വിലയേറിയ എന്ന് പറഞ്ഞാൽ വില കൂടിയ എന്നല്ല അർത്ഥം, ആണോ? വിലയേറിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വില കൂടിയതെന്നാണോ? വിലമതിക്കാൻ പറ്റാത്തതെന്നാണ്. പ്രൈസ്ലെസ്, വിലമതിക്കാൻ പറ്റാത്തത് എന്നാണ്. അങ്ങനെ വിലമതിക്കാൻ പറ്റാത്തതായ എന്തിനെ കൊണ്ടെങ്കിലും വാങ്ങിച്ചതായിട്ടുള്ള കാര്യത്തിന്റെ വില എന്താണ്? അതും വിലമതിക്കാൻ പറ്റാത്തതാണ്, അല്ലേ? വിലമതിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് വിലമതിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാധനം ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വിശുദ്ധന്മാരിൽ അവന്റെ മഹിമാധനം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളും
വിശുദ്ധീകരണത്തിന് നാം വിധേയപ്പെടുത്തുന്നില്ല എങ്കിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. തൻ്റെ സൽപ്പേര് സൂക്ഷിക്കാൻ, വ്യർത്ഥമായി ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്പേരുകൾ സൂക്ഷിക്കാനും നിലനിർത്താനും ഒരാൾ തീരുമാനിക്കുന്നുവെങ്കിൽ തൻ്റെ ജീവനെ കളയും. ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സമയം കഴിഞ്ഞു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വലം കൈയിലുള്ള നിലവിളക്കായിട്ട് തന്നെ കർത്താവിൻ്റെ വരവ് വരെയും നമ്മുടെ സഭ മുമ്പോട്ട് പോകണം. അതിനാവശ്യമായിരിക്കുന്ന ആ സ്നേഹം, ത്യാഗപരമായിട്ടുള്ള സ്നേഹം, ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളതായിട്ടുള്ള സ്നേഹം നമ്മൾ വ്യാപരിക്കണം. നമ്മൾ കേവലം മറ്റ് സഭകളെ പോലെ കേവലം ഒരു ക്ലബ് എന്ന നിലയിലേക്ക് താന്നു പോകാനോ ജീർണിച്ചു പോകാനോ ഇടയാവരുത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.